ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ദേവൂസ് പ്ലാന്റ്സ് വേൾഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബറാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലായ്പ്പോഴും പൂക്കൾ കിട്ടുന്ന നല്ല കുറച്ച് വെറൈറ്റികളുമായിട്ടാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് ട്യൂബർ കിട്ടാൻ പടക്കമുള്ള വെറൈറ്റികളുടെ ട്യൂബറുകൾ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കുറച്ച് ട്യൂബറുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അന്നേരം വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് ഇട്ടോളൂ. നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. അന്നേരം എവിടോട്ട് വേണമെങ്കിലും നമ്മൾ ട്യൂബർ അയച്ചു തരുന്നതായിരിക്കും. നമ്മൾ കേരളത്തിന് പുറത്തോട്ട് എല്ലാവർക്കും അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴിയായിരിക്കും. പിന്നെ കേരളത്തിനകത്ത് DTDC പ്രൊഫഷണൽ കൊറിയർ ഇതുവഴിയായിരിക്കും അയച്ചു തരുന്നത്. പിന്നെ തമിഴ്നാടൊക്കെ ഉള്ളവർക്ക് പ്രൊഫഷണൽ കൊറിയർ വഴിയായിരിക്കും അയച്ചു തരുന്നത്. തമിഴ്നാടൊക്കെ പ്രൊഫഷണൽ കൊറിയറിൻ്റെ സർവീസ് വളരെ നല്ലതാണ് കേട്ടോ. അന്നേരം ട്യൂബറൊക്കെ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. പിന്നെ നേരിട്ടും വന്ന് പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ടും വന്ന് പ്ലാന്റ്സുകൾ വാങ്ങിക്കാം. എൻ്റെ സ്ഥലം കൊല്ലം കുണ്ട്ര പെരുമ്പുഴയാണ് കേട്ടോ. ട്യൂബർ വാങ്ങിക്കാനാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏത് ട്യൂബറാണ് വേണ്ടതെന്ന് നേരത്തെ പറയേണ്ടതാണ്. എന്നാലേ നമുക്ക് മാറ്റിയിടാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തരാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിടാമെങ്കിൽ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ലോട്ടസിലൊക്കെ നിറയെ പൂക്കൾ കിട്ടുന്ന ടൈമാണ്. അന്നേരം എല്ലാവരും വാങ്ങിച്ചു വെച്ചോ. നമുക്ക് നിറയെ പൂക്കൾ ഈ ഒരു ടൈമിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. മഴവെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ബേസിനൊക്കെ എപ്പോഴും ഫില്ലായിട്ടിരിക്കും. അന്നേരം നമുക്ക് ഏതൊക്കെ ട്യൂബറാണ് സെയിലിനായിട്ടുള്ളതെന്ന് കാണാം. ഇത് കോക്കനട്ട് മിൽക്ക് എന്ന് പറഞ്ഞ് നിറയെ പൂക്കൾ കിട്ടുന്ന ട്യൂബർ കിട്ടാൻ ഭയങ്കര പാടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. വല്ലപ്പോഴും ട്യൂബർ കിട്ടും. ചെറിയ ചട്ടിയിലൊക്കെ നടുമ്പോഴാണ് നമുക്ക് ട്യൂബർ കിട്ടുന്നത്. വലിയ പോട്ടിലൊന്നും അങ്ങനെ കിട്ടാറേ ഇല്ല. തന്നെ വിരിയുന്ന സിംഗിൾ പെറ്റലായിട്ടുള്ള നല്ല അടിപൊളി ഒരു ലോട്ടസാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ. അതുകൊണ്ട് ഈ ഒരു വലിയ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപയാണ്. പിന്നത്തെ ട്യൂബറുകളുടെ റേറ്റ് വരുന്നത് 150, 100. ഇത് 150ൻ്റെ ട്യൂബറാണ്. അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ട്യൂബർ കിട്ടാൻ നന്നേ പാടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് സ്നോ ബൗൾ എന്ന് പറയുന്ന വെള്ള കളറിൽ നിറയെ പൂക്കൾ കിട്ടുന്ന അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ ഫ്ലവർ കിട്ടും. ട്യൂബറും കിട്ടാൻ വലിയ പാടുള്ളൊരു വെറൈറ്റിയാണ്. വലിയ ട്യൂബറൊന്നും നമുക്ക് അങ്ങനെ അധികം കിട്ടാറില്ല. ചെറിയ ചെറിയ ട്യൂബറുകളൊക്കെ ആയിരിക്കും സ്നോ ബൗളിൻ്റെ കിട്ടുന്നത്. ഇതിൻ്റെ താണ്ട് ഇത്രയും വലിയൊരു ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് 250 രൂപയാണ്. കുഞ്ഞു കുഞ്ഞു വെള്ള പൂക്കൾ കിട്ടുന്ന നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് കേട്ടോ. നട്ട് കഴിഞ്ഞാൽ 1 മാസം പോലും ആവണ്ട, നമുക്ക് അതിന് മുമ്പ് ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. അതിൻ്റെ പിന്നെ ചെറിയ ട്യൂബറിൻ്റെ വില 150 രൂപയാണ്. നല്ല പാടുള്ള വെറൈറ്റിയാണ്. ട്യൂബർ കിട്ടാൻ നന്നേ പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇതാണ് ട്യൂബറിൻ്റെ സൈസ്. അടുത്തത് വൈറ്റ് പിയോണി. വെള്ള കളറിൽ ഇഷ്ടം പോലെ ഫ്ലവർ കിട്ടുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വൈറ്റ് പിയോണി. വൈറ്റ് പിയോണി എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നൊരു വെറൈറ്റിയാണ്. അതിൻ്റെ താണ്ട് ഇത്രയും വലിയ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപയാണ്. നമുക്ക് നട്ട് കഴിഞ്ഞാൽ 1 മാസം ആവേണ്ട അതുപോലെ ഫ്ലവർ കിട്ടുന്നൊരു വെറൈറ്റിയാണ്. വലിയ ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ്. അത്യാവശ്യം പൊക്കത്തിൽ പോയിട്ട് ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ. നമ്മുടെ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് 200, 150 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. 200ൻ്റെയൊക്കെ ട്യൂബർ താണ്ട് ഈ ഇത്രയും വലിയ ട്യൂബറാണ് കേട്ടോ 200 രൂപയ്ക്ക് കൊടുക്കുന്നത്. അടുത്തത് ചന്ദ്രഭാഗ. ചന്ദ്രഭാഗയും റെഡ് കളറിൽ നിറയെ പൂക്കൾ കിട്ടുന്ന അടിപൊളി ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി. നല്ല റെഡ് കളറാണ്. ഇഷ്ടംപോലെ ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് ട്യൂബറുകളുണ്ട്. വലിയ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് 200, ചെറിയ ട്യൂബറിൻ്റെ റേറ്റുകൾ വരുന്നത് 150, 100 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ഇതാണ് ട്യൂബറിൻ്റെ സൈസ്. ഇതൊക്കെ നട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഫ്ലവർ കിട്ടുന്ന വെറൈറ്റികളാണ് കേട്ടോ. ഇത് കാദംബരി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് നല്ലതുപോലെ ഫ്ലവറും കിട്ടും. അതുപോലെ ഫ്ലവർ കാണാനൊരു വ്യത്യസ്തമായ കളറുമാണ്. അന്നേരം ഇതിൻ്റെ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത്, ആ വലിയൊരു ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപ. ചെറുത് 150, 100 അങ്ങനെയാണ് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത്. നല്ലോണം പൂക്കൾ കിട്ടുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കാദംബരി. അടുത്തത് ഒക്ടോപ്പസ് കഴിഞ്ഞ വീഡിയോയിൽ ബാലൻസ് കിടന്ന ട്യൂബറാണ് 2 എണ്ണം. അതുകൊണ്ട് അത്യാവശ്യം
കിളിർത്തിട്ട് റൂട്ടൊക്കെ വന്ന് തുടങ്ങിയ ട്യൂബറാണ്. നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അന്നേരേ പോട്ട് ചെയ്ത് കൊടുക്കാം. 150 രൂപയാണ് ഏതാണ്ട് ഈ ഒരു വലിയ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഇതളൊക്കെ വന്നിട്ട് കുറേ ദിവസം ഇങ്ങനെ വിരിഞ്ഞ് കുറേ ദിവസം ഒരു ഫ്ലവർ വന്ന് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. എന്നിട്ടിത് പൊഴിഞ്ഞു പോവില്ല, നിന്ന് കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്തത് ഗോൾഡ് ആപ്പിൾ. ഒരു യെല്ലോ കളറും ഒരു വൈറ്റ് കളറും ഒക്കെ കയറി വരുന്ന ഒരു അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റി. ഇതിൻ്റെയും കുറച്ച് ട്യൂബറുണ്ട് കേട്ടോ. 150, 100 അങ്ങനെയാണ് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത്. ഇതാണ് ട്യൂബറിൻ്റെ സൈസ്. 2 ട്യൂബർ എങ്ങാണ്ടേ അവൈലബിൾ ആയിട്ടുള്ളൂ. അന്നേരം ആദ്യം വരുന്നവർക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഇതാണ് ട്യൂബറിൻ്റെ സൈസ്. 2-3 സൈഡിൽ കൂടെ എല്ലാം ട്യൂബർ ഗ്രോത്ത് ടിപ്പ് കയറി വരുന്ന ട്യൂബറുകളാണ് കേട്ടോ. അടുത്തത് Q201 പച്ചത്താമര. നിറയെ പൂക്കൾ കിട്ടുന്ന നല്ല പക്ക ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് Q201. എപ്പോഴും നമുക്ക് ഡിമാൻഡുള്ളൊരു വെറൈറ്റിയുമാണിത് കേട്ടോ. ഇതിൻ്റെ ഒരു ട്യൂബറേ അവൈലബിൾ ആയിട്ടുള്ളൂ. 250 രൂപയാണ് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത്. നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് പച്ചത്താമര വരുന്ന വെറൈറ്റി. അടുത്തത് UTP 1000 ഇതളിലുള്ള താമര. എല്ലാവരും എപ്പോഴും നമ്മളടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ് UTP ഉണ്ടോ എന്നുള്ളത്. നമുക്ക് എപ്പോഴും ഒന്നും അങ്ങനെ UTPയുടെ ട്യൂബർ അവൈലബിൾ ആയിട്ട് വരത്തില്ല. പിന്നെ കിട്ടുമ്പോൾ ഇതേണക്കുള്ള വലിയ ട്യൂബറായിരിക്കും UTPയുടെ കിട്ടുന്നത്. പിന്നെ UTP ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി ഒന്നും അല്ല കേട്ടോ. നല്ലൊരു ഹാർഡി വെറൈറ്റി എന്ന് തന്നെ പറയാം. പക്ഷേ എല്ലാവരും ഹാർഡി ആണെങ്കിലും വാങ്ങിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വെറൈറ്റിയാണ് UTPയുടെ ആദ്യം കാണിച്ച വലിയ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് 250 രൂപ, പിന്നെ 100 രൂപ. പിന്നെ ദാണ്ട് ഈ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് 150. ദാണ്ട് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് 150. 100ൻ്റെതും 150ഉം 250ഉമാണ് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് ബ്ലഷിങ് ആപ്രിക്കോട്ട് ബ്യൂട്ടി. ഇതൊരു സിംഗിൾ പെറ്റലിൽ വരുന്ന ഒരു അടിപൊളി ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതും കഴിഞ്ഞ വീഡിയോയിൽ ബാലൻസ് കിടക്കുന്ന ട്യൂബറാണ്. 2 ട്യൂബർ എങ്ങാണ്ടുണ്ട് കേട്ടോ. 150 രൂപയും ആണ് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത്. ഒരുപാട് പെറ്റൽസ് ഇല്ല, പക്ഷേ കളർ കാണാനൊരു അടിപൊളി വെറൈറ്റിയാണ്. മുട്ടൊക്കെ വന്ന് നിൽക്കുന്ന കാണാൻ ഇങ്ങനെ കൂർത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. അന്നേരം ഇത്രയാണ് ട്യൂബറുകൾ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്കിതിലേതെങ്കിലുമൊക്കെ ട്യൂബർ വേണ്ടവർക്ക് പെട്ടെന്ന് എല്ലാത്തിൻ്റെയും കണ്ടില്ലേ, കുറച്ച് ട്യൂബറുകൾ മാത്രമേ നമ്മൾ സെയിലിനായിട്ടുള്ളൂ. ഇപ്പോൾ ഫ്ലവറിങ് ആയത് കാരണം ട്യൂബറൊക്കെ കിട്ടാൻ പാടാണ്. അന്നേരം മുമ്പേ നട്ടതിൻ്റെയൊക്കെ റീപ്പോർട്ട് ചെയ്തതാണിപ്പം. അന്നേരം ഇനി കുറച്ച് പോട്ടുകൂടെയൊക്കെ റീപ്പോർട്ട് ചെയ്യാനുണ്ട്. നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ താമസിക്കുമ്പം ഇവരതിൽ കിടന്ന് വീണ്ടും അങ്ങ് കിളിക്കും. എന്നിട്ട് പക്ഷെ നമുക്ക് ആദ്യ തവണ റീപ്പോർട്ട് ചെയ്ത് നട്ട് കിട്ടുന്ന കണക്കുള്ളൊരു ഫ്ലവറിങ് അത് തന്നെ പിന്നെ കിടന്ന് കിളിക്കുമ്പോൾ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ മാറ്റി നട്ട് കൊടുക്കും. ട്യൂബറും കിടന്നങ്ങ് ചീത്തയായിപ്പോൾ നമ്മൾ സമയത്തിന് റീപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ. അന്നേരം ട്യൂബറൊക്കെ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് ഇട്ടുകൊള്ളുക. പിന്നെ പോട്ട് ചെയ്യാൻ അറിഞ്ഞൂടാൻ വയ്യാത്തവർ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോട്ട് ചെയ്യുക. പിന്നെ ട്യൂബർ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ട്യൂബറാണ് കിട്ടുന്നതെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് റൂട്ടും ലീഫും ഒക്കെ വന്നതിന് ശേഷം പോട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ട്യൂബർ അയക്കാൻ എടുക്കുമ്പം നിങ്ങൾക്ക് പിക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. പിക്ക് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ നമ്മൾ ട്യൂബർ അയക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് കൊറിയർ സർവീസാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് അഡ്രസ്സ് തരുമ്പോൾ നമ്മളടുത്ത് പറയേണ്ടതുമാണ്. അത് നമ്മൾ അയക്കുന്ന ദിവസം നിങ്ങൾക്ക് പിക്ക് സെൻഡ് ചെയ്ത് തരുമ്പം പിറ്റേന്ന് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നായിട്ട് നിങ്ങൾക്ക് കേരളത്തിനകത്ത് കിട്ടും. കേരളത്തിനകത്ത് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മളോട് പറയേണ്ടതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കും.